ഇന്നലെ സൂര്യൻ്റെ ഇവിടെയായിരുന്നു പൊങ്ങിയത്. ഇത് ഇന്നിപ്പോൾ ഇവിടെ എത്തി. മൊത്തത്തിലൊരു മാറ്റമുണ്ടെന്ന്. നമ്മുടെ എല്ലാ വണ്ടിയും ഇതേ ഇവിടെ തന്നെ നിർത്തി വെച്ചിട്ടുണ്ട്. എവിടെയാ പണിയെന്നറിയില്ല. ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്ന് നമ്മുടെ രാവിലെ തന്നെ നമ്മുടെ പ്ലാന്റിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ ഫസ്റ്റ് ലോഡ് എന്താണെന്ന് വെച്ചാൽ ഇതേ നമ്മുടെ ഹോട്ടോർ ബ്രിഡ്ജിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടുന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ലോഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ക്രെയിന് രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ക്രെയിനിൽ തൂക്കിയെടുത്ത് നമ്മുടെ വണ്ടിക്കകത്തോട്ട് വെക്കണം. വണ്ടി ഇത് എവിടെയായിട്ട് നിർത്തിയിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ നമ്മുടെ ഹോട്ടോർ ബ്രിഡ്ജിൻ്റെ ഓരോരോ ഭാഗങ്ങൾ ഇവിടുന്ന് നിർമ്മിക്കുകയാണ്. എന്നിട്ട് ഇത് സൈറ്റിൽ കൊണ്ടുപോയിട്ട് മൊത്തത്തിൽ അസംബിൾ ചെയ്ത് വലിയൊരു ഹോട്ടോർ ബ്രിഡ്ജാക്കി മാറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ കാര്യമായിട്ടുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ ഈ സാധനമാണ് നമുക്ക് കയറ്റേണ്ടത്. അതിന് ചെറിയ വെൽഡിങ് പരിപാടികൾ ഉണ്ട്. അപ്പോൾ അതിപ്പോൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വർക്ക്ഷോപ്പ്. നമ്മുടെ ഹോട്ടോർ ബ്രിഡ്ജിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വർക്ക്ഷോപ്പാണിത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ തകൃതിയായിട്ടുള്ള പണിയിലാണ്. അതേപോലെ തന്നെ ഇതേ ഇവിടെയൊക്കെ ഹാൻഡ് റെയിലിൻ്റെ വർക്കും ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ക്രെയിനിത നമ്മുടെ ISMBയുടെ ഭാഗങ്ങൾ നമ്മുടെ വണ്ടിക്കകത്തോട്ട് കയറ്റാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതേ സാധനം നമ്മുടെ വണ്ടിക്കകത്തോട്ട് കയറ്റാൻ വേണ്ടി പോവാണ്. ഇതൊക്കെ നമ്മുടെ ഫാബ്രിക്കേഷൻ്റെ വർക്ക്ഷോപ്പാണ് കേട്ടോ. മൊത്തം സ്റ്റീലുകളാണ്. ISMB ആവാത്ത ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഈ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ ഹോട്ടോർ ബ്രിഡ്ജിൻ്റെ ഭാഗങ്ങളെന്ന് പറയുമ്പോൾ അതിൻ്റെ കാലുകളാണ്, തൂണുകളാണ് റെഡിക്ക് പറഞ്ഞാൽ. ഒരുപാട് സാധനമുണ്ട്. എല്ലാം ഇതിലേക്ക് നമുക്ക് കയറ്റണം. ഇതൊക്കെ നമ്മുടെ ഉപ്പള ഗേറ്റിൻ്റെ അടുത്തുള്ള ഹോട്ടോർ ബ്രിഡ്ജിൻ്റെ ഭാഗങ്ങളാണ്. അവിടേക്കാണ് സാധനം കൊണ്ടുപോകേണ്ടത്. അതെ, നമ്മളിതാ 3 പീസ് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും സാധനങ്ങൾ എടുക്കണം. ഈ കാണുന്ന സാധനങ്ങളാണ് നമുക്ക് എടുക്കേണ്ടത്. നമ്മുടെ വെൽഡിങ്ങിൻ്റെ വർക്കേഴ്സ് ഇതൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അടുത്ത 2 പീസ് കൂടി നമുക്ക് വേണം. അപ്പം അതെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്രെയിൻ ഇതേ അവിടേക്ക് പോയിട്ടുണ്ട്. നമ്മുടെ ഓരോ വണ്ടികളായിട്ട് പല പല സ്ഥലങ്ങളിലേക്ക് പോയി. എല്ലാ വണ്ടിക്കും ഇന്ന് ടാറിങ് വർക്കില്ല. നമ്മുടെ പ്ലാന്റ് ഇതേ ഇവിടെ ഉണ്ട്. പക്ഷെങ്കിൽ ഇന്ന് പ്ലാന്റ് വർക്കിംഗ് അല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രെയിന് അവിടെ നിന്ന് ഇപ്പോൾ സാധനം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അണ്ടർപാസിനടിയിലൊക്കെ വരുന്ന ഹാൻഡ് റെയിലൊക്കെ നിർമ്മിക്കുന്നത് ഇതേ ഇവിടെ വെച്ചാണ്. അതിൻ്റെ വർക്ക്ഷോപ്പാണ് ഇതേ മുന്നിലായിട്ട് ഈ കാണുന്നത്.
ഈ കാണുന്ന നമ്മുടെ മെസ്സാണ് കേട്ടോ. പക്ഷെ മെസ്സിൽ ഇപ്പോൾ വർക്കിംഗ് അല്ല. പക്ഷെ ഫുഡൊക്കെ വേറെ മെസ്സിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ നിന്നാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാറ്. നമ്മുടെ പയ്യന്മാർ എന്തൊക്കെയോ ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. ദൂരെയായിട്ട് കാണുന്നത് ഒരു സ്റ്റീൽ ഫാക്ടറിയാണ്. അവിടെ 24 മണിക്കൂറും വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ രണ്ടാമത്തെ ISMB ഇവിടുന്ന് തൂക്കിയെടുത്ത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ 2 സാധനം കൂടി കയറ്റിയിട്ട് വേണം നമുക്ക് നമ്മുടെ സൈറ്റിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പീസുമായിട്ട് നമ്മൾ ക്രെയിൻ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെയിലാണ്. അപ്പോൾ ഇതാ ഈ ചെറിയ 2 പീസ് കൂടി കയറ്റിയിട്ട് വേണം നമുക്ക് നമ്മുടെ സൈറ്റിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. സൈറ്റിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഫോട്ടോ ബ്രിഡ്ജിൻ്റെ ഭാഗങ്ങളാണ് നമ്മുടെ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതിലൂടെ ഇതാ നല്ല ഗുഡ്സ് ട്രെയിനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഫോട്ടോ ബ്രിഡ്ജിൻ്റെ ഭാഗങ്ങളാണ് നമ്മുടെ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഉപ്പള ഗേറ്റിനടുത്തായിട്ടുള്ള ഫൂട്ട് ഓവർ ബ്രിഡ്ജാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാധനം എന്തേ ഇവിടെ നിന്ന് ഇറക്കി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓരോ ഭാഗങ്ങളായിട്ട് ഇതേ ഇവിടെ ഇറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് നമ്മുടെ വണ്ടിയിലോട്ട് ഗ്രിബ് കയറ്റണം. അപ്പോൾ ഇതൊക്കെ ഇവിടെ വർക്ക് കഴിഞ്ഞ സാധനങ്ങളാണ്. ഇതൊക്കെ ഇനി മംഗൾപാടി ഭാഗത്തോട്ടായിട്ട് കൊണ്ടുപോകണം. അതേപോലെ സൈഡിലൂടെ ട്രെയിന് കടന്നു പോകുന്നുണ്ട്. അതൊരു മനോഹരമായ കാഴ്ച തന്നെയാണ്. അപ്പം നമ്മുടെ ഗ്രിബ് തൂക്കിയെടുത്ത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി മൊത്തം ഗ്രിബ് കയറ്റണം കേട്ടോ. അപ്പോൾ അതെ ഒരു സെറ്റ് കയറ്റി നമ്മുടെ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് കയറ്റണം. അടുത്ത നമ്മുടെ ക്രെയിൻ ഇവിടുന്ന് തൂക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. റോഡിലൂടെയൊക്കെ വണ്ടികളൊക്കെ നല്ല തലങ്ങനം വിലങ്ങനും ചീറിപ്പാഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ ഈ ഫൂട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്കല്ല, അതിപ്പോൾ മഞ്ചേശ്വരം ഭാഗത്തായിട്ട് ഫൂട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ലോറികളൊക്കെ നല്ല ചീറിപ്പാഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം നിലവിൽ നമ്മുടെ ഈ സൈഡ് റോഡ് ബ്ലോക്കാണ് ഈ വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ. ബെൽറ്റ് ഇട്ടു. ഇനി അതിങ്ങനെ തൂക്കിയെടുക്കണം. എത്ര ഗ്രിപ്പ് ഇതിൽ കൊള്ളുമെന്ന് അറിയില്ല.
സർവീസ് റോഡിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ റോഡിലൂടെയാണ് ഇപ്പോൾ വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. മിനിറ്റിന് വെച്ച് ഓരോരോ ഗുഡ്സ് ട്രെയിൻ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ഗ്രിബ് ഇതാ ഇത്രത്തോളം കയറ്റി. ഇനി ഒരു ചെറിയൊരു ഗ്യാപ്പ് കൂടി ഉണ്ട്. ഇവിടെ കൂടെ ഗ്രിബ് കയറ്റിയിട്ട് വേണം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. നമ്മുടെ ഓരോ വണ്ടികൾ ഇതുവഴി ചീറിപ്പാഞ്ഞ് പോകുന്നുണ്ട്. ഓരോരുത്തർ പല പല വർക്കുകളിലാണ് കേട്ടോ. ടാറിങ്ങിൻ്റെ വർക്ക് ഇന്ന് ഒരുപാട് വണ്ടിക്കുള്ള പണിയില്ല. നമ്മുടെ 2 പ്ലാന്റ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഗ്രിബ് കയറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ മംഗൾപ്പാടി ഭാഗത്തോട്ടായിട്ട് തട്ടാൻ വേണ്ടി പോവാം. ഇതൊക്കെ നമുക്ക് കാറ്റാനുള്ള ഗ്രിബിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രിബൊക്കെ കയറ്റി ഇറങ്ങിയിട്ടുണ്ട്. ഗ്രിബ് വണ്ടിയിൽ എടുത്തു വെക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാനപ്പോൾ ബിസി ആയിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ഉപ്പള പാലത്തിൻ്റെ മുകളിലോട്ടായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരെ മംഗൾപ്പാടിയാണ് സാധനം ഇറക്കേണ്ടത്. ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് വേണം എങ്ങനെയാണ് ഇത് ഇറക്കുക, എവിടെയാണ് ഇറക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാൻ. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല വെയിലാണ് കേട്ടോ. നമ്മളിങ്ങനെ നമ്മുടെ റോഡിലൂടെ നല്ല ഫ്രീ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല. നല്ല ഫ്രീ മൈൻഡിൽ അങ്ങ് പോവാം. അപ്പോൾ നമ്മൾ ഇതേ സൈഡിലെത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇതാ ഇവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത ഫൂട്ടോർ ബ്രിഡ്ജ് വരേണ്ട സ്ഥലമാണിത്. അതിൻ്റെ ഫൗണ്ടേഷനൊക്കെയാണ് ഈ കാണുന്നത്. മംഗൾപ്പാടി പാലത്തിൻ്റെ ഇതേ ഹുണ്ടായിൻ്റെ അടുത്തായിട്ടാണ് അടുത്ത ഫൂട്ടോർ ബ്രിഡ്ജ് വരുന്നത്. ആ വർക്ക് തുടങ്ങിയില്ല. മൊത്തം ഫൗണ്ടേഷൻ്റെ പരിപാടിയൊക്കെ ഇതേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബജാജ് അതുപോലെ തന്നെ ഹുണ്ടായി അതിൻ്റെ സൈഡിലാണ് ഫൂട്ടോർ ബ്രിഡ്ജ് വരുന്നത്. അപ്പോൾ ഓരോ സാധനങ്ങളായി നമ്മളിപ്പോൾ ഇവിടെ വന്നതാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് ഗ്രിബ് ഇറക്കി. ഇനിയിപ്പോൾ ഓരോ സാധനങ്ങൾ കൊണ്ടുവരണം. ഇനി ക്രെയിൻ വരണം കേട്ടോ, എന്നാലാണ് നമുക്ക് ഈ സാധനങ്ങൾ ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ക്രെയിൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ സാധനം ഇറക്കണം. അപ്പോൾ നമ്മൾ മെയിൻ ഗാരേജിൽ ഇറക്കാൻ പറ്റില്ല, ഇത് ഓപ്പൺ ആയതുകൊണ്ട്. ഇനിയിപ്പോൾ ഇതാ സൈഡിലായിട്ട് താഴെ ഇറക്കി വെക്കണം. അപ്പോൾ നമ്മുടെ ക്രെയിൻ ഇത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിറകിലായിട്ട് നമ്മുടെ വണ്ടിയും വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് ചായ പിടിക്കാൻ വന്നതാണ്. ഇവിടെയൊക്കെ നല്ലൊരു അടിപൊളി ഒരു തട്ടുകടയുണ്ട്. വാഴേൻ്റെ മുകളിൽ ടീ ഓർ കോഫി എന്നൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു സർബത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളി ഷോപ്പാണ്. നമ്മുടെ വണ്ടി ദൂരമായിട്ട് കിടക്കുന്നുണ്ട്. ഇനി ഇവിടെ ഒന്ന് റിലാക്സ് ചെയ്യാം. എല്ലാ സാധനവും ഉണ്ട്. അടിപൊളി ഒരു ബ്രെഡ് ഓംപ്ലേറ്റ് പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഇവിടെ. പുറത്ത് നല്ല വെയിലാണെങ്കിൽ ഇവിടെ നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈഡിലൊക്കെ മൊത്തം കാടാണ്. ഇവിടെയൊക്കെ ചേട്ടൻ കുറേ ചെടിയൊക്കെ നട്ടിട്ടുണ്ട്. ഒരു അടിപൊളി സ്ഥലം. ആരെങ്കിലും ഇതുവഴി വരുന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ കടയിൽ നിന്ന് ഫുഡൊക്കെ കഴിക്കുക. മംഗൾപ്പാടി പാലത്തിൻ്റെ അടുത്തായിട്ടാണ്. നമ്മുടെ ഹുണ്ടായുടെ ഷോറൂമിൻ്റെ ഫ്രണ്ടിലൂടെ വന്നാൽ മതി. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ഷോപ്പ്. ഇവിടെയൊക്കെ മൊത്തം ചെടികളും അതുപോലെ തന്നെ മുന്തിരിയുണ്ട്, ഓരോരോ പച്ചമുളകുണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. നല്ലൊരു തണലും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് ഇത്രത്തോളം വെയിലാണ് നമ്മളിത് ഇവിടെ വന്ന് ഫുഡ് കഴിച്ചത്. നല്ല അടിപൊളി ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതുവഴി പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കയറി കഴിച്ചാൽ ഒരു വൈബ് കിട്ടും. ഒരു ചായയൊക്കെ കുടിച്ച് പോയി കഴിഞ്ഞാൽ ഒരു വൈബാണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ ഗ്രിബ് ഇറക്കണം. ഇനി വീണ്ടും ഗ്രിബ് കയറ്റാൻ വേണ്ടി പോകണം. ഫുള്ള് പണി തന്നെയാണ് ഇന്ന്. അപ്പോൾ നമ്മുടെ ഗ്രിബ് ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. ഇനി മൊത്തത്തിലെടുത്തത് ഈ സൈഡിലായിട്ട് വെക്കണം. സൈഡിലിവിടെ ബസ്സൊക്കെ പോകുന്നുണ്ട് കേട്ടോ.
അത്യാവശ്യം നല്ല വെയിലാണ്. ഒന്നും കാണാൻ പറ്റുന്നില്ല, ഫോണിലൊന്നും നോക്കാൻ പറ്റുന്നില്ല, കണ്ണ് ഇറക്കി പോകുന്നുണ്ട്. കാരണം തൊട്ട് മുകളിലായിട്ട് സൂര്യനുണ്ട്. നമ്മുടെ ക്രെയിനിത് അവിടെ ഗ്രിബ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സെറ്റ് ഇതേ ഇറക്കി തുടങ്ങി. ഈ കാണുന്ന കോൺക്രീറ്റ് പീസൊക്കെ നമ്മുടെ ഫുട്ഓവർ ബ്രിഡ്ജിന്റെ ഫൗണ്ടേഷനാണ്. ഹുണ്ടായിയുടെ ഷോറൂമിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഫുട്ഓവർ ബ്രിഡ്ജ് വന്ന് ഇറങ്ങുന്നത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലോഡിലെ അവസാന ഗ്രിബും ഇതേ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രത്തോളം നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇനിയും സാധനമുണ്ട്. അത് നമ്മൾ ഉപ്പള ഗേറ്റിനടുത്തായിട്ടുള്ള ഫുട്ഓവർ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് എടുക്കണം. സൈഡിലൂടെ നമ്മുടെ ബിബിയാട്ടനും മണിയാട്ടനും പോകുന്നുണ്ട്. മണിയാട്ടനല്ല, അനിയാട്ടനും പോകുന്നുണ്ട്. അവരൊക്കെ മണ്ണിൻ്റെ പണിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രെയിന് ഗ്രിബൊക്കെ ഇറക്കിയതേ ഇതുവഴി പോകുന്നുണ്ട്. ഇനി നമ്മുടെ ഉപ്പള പാലത്തിനടുത്തായി പോയിട്ട് ഈ ക്രെയിൻ തന്നെ നമുക്ക് ഗ്രിബ് കയറ്റി തരണം. അതേപോലെ തന്നെ ഈ ക്രെയിൻ തന്നെ വന്നിട്ട് നമുക്ക് ഇവിടെ ഗ്രിബ് ഇറക്കി തരണം. വേറെ ക്രെയിനൊക്കെ വർക്കിലായത് കൊണ്ടാണ്. അപ്പം നമ്മളും അങ്ങോട്ടേക്ക് പോവാണ്. 5 മിനിറ്റ് പുറത്തിറങ്ങി നിന്നപ്പോൾ തന്നെ ഒന്നും പറയണ്ട, മൊത്തത്തിൽ ഉരുകി ഒലിച്ചു. അതിയായ വെയിലാണ്. വെയിലെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ മേത്തേക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല നമ്മുടെ ഗ്രിപ്പൊക്കെ നല്ല ചുട്ട് പഴുത്തിരിക്കുകയായിരുന്നു. നല്ല ചൂടുണ്ട്. എന്തായാലും നമ്മളിനിയിപ്പോൾ അടുത്ത ഗ്രിപ്പ് കയറ്റാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇടയ്ക്ക് അതേ ഇവിടെ ഇറക്കി വെച്ചു. അപ്പോൾ നമുക്ക് പോവേണ്ടത് ഇങ്ങോട്ടല്ല, നേരെ തിരിച്ച് അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞങ്ങൾ ഓരോ സ്ഥലത്തും സാധനങ്ങൾ ഇറക്കി സെറ്റാക്കിയാലും ഞങ്ങൾക്ക് തൊട്ടടുത്ത സ്ഥലത്ത് പോകാൻ ഒരുപാട് ദൂരം കിലോമീറ്ററോളം യാത്ര ചെയ്ത് തിരിച്ച് കറങ്ങി പോകേണ്ട ഒരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഹൈവേ വന്നതിൽ ബുദ്ധിമുട്ടുമുണ്ട്, അല്ലാത്ത കാര്യങ്ങളും ഉണ്ട്. ഇതാ ഇവിടെയായിട്ട് കുറേ സെൻറ്ററിലെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇതേ നമ്മുടെ ക്രെയിന് പോയിട്ട് കറങ്ങി തിരിച്ചു പോകുന്നുണ്ട്. ഇനി നമുക്കും ഇതിൻ്റെ പിറകെ കറങ്ങി പോകണം. സുഹൃത്തുക്കൾ, നമ്മുടെ അടുത്ത പണി തുടങ്ങിയിട്ടുണ്ട്. അടുത്ത സാധനങ്ങൾ മാറ്റാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വണ്ടിയിലേക്ക് കാരണം അപ്പോൾ നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട്. നമ്മുടെ ഗ്രിപ്പ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ കാറ്റ് തുടങ്ങിയിട്ടുണ്ട്. വെയില് ഒന്നും പറയാനില്ല. കണ്ണ് കറക്റ്റ് തുറക്കാൻ പറ്റുന്നില്ല, കാരണം വെയിൽ കണ്ണിലടിച്ചിട്ട് അത്രയും നല്ല വെയിലാണ്. ഒരു സെറ്റ് നമ്മൾ ഇതിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ രണ്ടാമത്തെ സെറ്റ് കയറ്റാൻ വേണ്ടി നമ്മുടെ ക്രെയിൻ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ലോറി കുറച്ച് പിറകിലോട്ട് എടുക്കണം. നല്ല പൊരിയണ വെയിലത്ത് നമ്മുടെ ഫുട്ഓവർ ബ്രിഡ്ജിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വർക്കേഴ്സൊക്കെ ഇതേ കണ്ടോ, മൊത്തം മുകളിൽ നിന്നുള്ള പരിപാടിയാണ്. ഈ വെയിലത്ത് ഇതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് നമ്മുടെ വർക്കേഴ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാ ഇതിൻ്റെ ഉള്ളിലൊക്കെ ആളുണ്ട്. ഇവിടെയൊക്കെ വെൽഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ഗ്രിബ് ഇതാ ബെൽറ്റ് ഇട്ട് കൊടുക്കുകയാണ് ഒരു പയ്യ. നമ്മളെ ക്രെയിന് തൂക്കിയെടുത്ത് ഇതിലേക്ക് കയറ്റണം. സൈഡിലൂടെ ഇഷ്ടം പോലെ വണ്ടികൾ ഇങ്ങനെ ഹൈവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രത്തോളം ഗ്രിബ് കയറ്റി കഴിഞ്ഞു. ഇനി അവസാനത്തെ ഒരു പീസ് കൂടി കയറ്റിയാൽ നമ്മുടെ രണ്ടാമത്തെ ലോഡും ഫുള്ളായി.
അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ലോഡ് ഗ്രിപ്പല്ല കേട്ടോ, അടുത്ത നമുക്കൊരു DG എടുക്കാനുണ്ട്, ഡീസൽ ജനറേറ്റർ. അപ്പോൾ നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റിൽ പോയിട്ട് ഒരു ഡീസൽ ജനറേറ്റർ എടുത്ത് കൊണ്ടുവരണം. അതാണ് നമ്മുടെ അടുത്ത ലോഡ്. അതിനുശേഷവും നമ്മൾ ഗ്രിബ് തന്നെയാണ് കേട്ടോ കയറ്റേണ്ടത്. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ നടു റോഡിൽ നിന്നാണ് നമ്മുടെ വർക്കേഴ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മൊത്തം വെൽഡിങ്ങിൻ്റെ വർക്ക് നല്ല തീപ്പറക്കണ വെയിലത്ത് നിന്ന്. അപ്പുറത്തൊക്കെ വെൽഡിങ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ നമ്മുടെ രണ്ടാമത്തെ ലോഡും ഇറക്കിക്കഴിഞ്ഞ് അവസാന ഗ്രിബ് അവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റിൽ പോയിട്ട് അവിടുന്ന് ഡീസൽ ജനറേറ്റർ കയറ്റി വരണം. അപ്പോൾ അടുത്ത ട്രിപ്പ് അങ്ങോട്ടേക്കാണ്. അത് കഴിഞ്ഞിട്ടേ ഇനി ബാക്കിയുള്ള ഗ്രിബും കാര്യങ്ങളൊക്കെ തന്നെ കയറ്റുള്ളൂ. വെയിൽ അടിച്ചിട്ട് ഇതേ എനിക്ക് ക്യാമറയിൽ പോലും ഒന്നും കാണാൻ പറ്റുന്നില്ല. കണ്ണ് തുറക്കാൻ പറ്റാത്ത അത്രയും വെയിലാണ് കേട്ടോ. അപ്പം നമ്മൾ നേരെ ഇനി നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റിലോട്ട് പോവാണ്. അപ്പോൾ നമ്മളിത് നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ല, അത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ, പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ പുറത്തിറങ്ങി ആകെ മൊത്തത്തിൽ ചൂടായി കേട്ടോ. ഏതാ ചൂട് എന്നറിയോ സുഹൃത്തുക്കളെ? ഹൈവേയുടെ പണി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നല്ല ഹെവി ആയിട്ടുള്ള ചൂടാണ്. നമ്മുടെ റോഡൊക്കെ ചൂടായി ചുട്ടു വഴുത്തു കഴിഞ്ഞാൽ റോഡിൻ്റെ ചൂടും പിന്നെ വെയിലിൻ്റെ ചൂടും, അത് ഒരു 10 മിനിറ്റ് നിങ്ങൾ ആരെങ്കിലും പുറത്തിറങ്ങിയാൽ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഹൈവേൻ്റെ നിന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ വർക്ക്. അപ്പം ഇത്രയും കഷ്ടപ്പെടുന്ന പണിക്കാരാണ് നമ്മുടെ റോഡിൻ്റെ മുകളിൽ നിന്ന് പണിയെടുക്കുന്നത്. അപ്പോൾ അവരെ ആരും ബുദ്ധിമുട്ടിക്കരുത്, ദയവേത് ബുദ്ധിമുട്ടിക്കാതിരിക്കുക. കാരണം നല്ല കഷ്ടപ്പാട് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് ഇറങ്ങി കേട്ടോ, നമ്മളിതാ റോഡിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ അതേ മെർജിംഗ് പോയിന്റിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ മെർജിംഗ് പോയിന്റ് വരാൻ സാധ്യതയില്ല, കാരണം ഇവിടെ ക്രാഷ് ബാരിയർ വെക്കേണ്ട ഒരു സെറ്റപ്പാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ടൊരു മെർജിംഗ് പോയിന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ നായിക്കാപ്പ് പ്ലാന്റിലോട്ട് ഇതാ വെച്ച് പിടിക്കുകയാണ്. നമ്മുടെ ക്രെയിനൊക്കെ ഇതാ ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ പോയി വരുന്നവരെ അവരിവിടെ വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മളെ DG തൂക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ വണ്ടിയിലോട്ട് കയറ്റണം. 30 kV ജനറേറ്ററാണ് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ DG കയറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മംഗൾപ്പാടി FOബിന് അടുത്തായിട്ട് കൊണ്ട് ഇറക്കണം. ഇതേ നമ്മുടെ ക്രെയിൻ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ താറിങ്ങിൻ്റെ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ DG നമ്മുടെ വണ്ടിയിലോട്ട് കയറ്റിയിട്ടുണ്ട്. പിന്നെ നേരെ സൈഡിലോട്ട് പോകണം. നമ്മുടെ ഫൂട്ടാർ ബ്രിഡ്ജിൻ്റെ ഭാഗങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവർ സപ്ലൈ ആണ്. അപ്പോൾ 30,000 വാട്ട്സിൻ്റെ 30 kV DG ആണ്. അപ്പോൾ നമ്മളെ വണ്ടി കയറ്റി പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഫ്രണ്ടിലായിട്ടൊരു നമ്മുടെ ക്രെയിന് എന്തോ സാധനം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ പാട് പോകണം. ക്രെയിന് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റിൽ നിന്ന് ഇപ്പോൾ താറിങ്ങിൻ്റെ പരിപാടിയും നടന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ താറിങ്ങിൻ്റെ പ്ലാന്റ് ഇപ്പോൾ വർക്കിംഗ് ആണ്. അതേപോലെ തന്നെ കോൺക്രീറ്റിൻ്റെ പ്ലാന്റും വർക്കിംഗ് ആണ്. 2 പ്ലാന്റും ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. JCB ഒക്കെ ദൂരെയായിട്ട് ലോഡ് ചെയ്യുന്നത് കാണാം. അപ്പോൾ നമ്മളെന്തായാലും സൈഡിലോട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ അവിടെ എത്തി നമ്മുടെ DG ഇറക്കണം, ബാക്കി പരിപാടികളൊക്കെ നോക്കണം. കുറച്ച് സമയം പുറത്ത് നിന്നതേ ഉള്ളൂ. കണ്ണിലൊക്കെ വേർപ്പായി, കണ്ണൊക്കെ എരിഞ്ഞു തുടങ്ങി. അത്യാവശ്യം നല്ല ചൂടാണ് കേട്ടോ. ഒന്നും പറയാൻ പറ്റില്ല. നമ്മളിതേ DGയുമായി വന്നതാണ്. അപ്പോഴിതാ നമ്മുടെ യാർഡിലോട്ട് വേറൊരു വണ്ടി വേറൊരു DGയുമായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ DG ഇറക്കിയതിന് ശേഷം വേണം നമ്മുടെ DG ഇറക്കാൻ. ഇത് 82-ൻ്റെ DG ആണ് കേട്ടോ. 82 kV DG ആണ് ഈ DG എന്ന് ഉദ്ദേശിക്കുന്നത്. അവിടെ DG 156 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഡീസൽ ജനറേറ്ററാണ് കേട്ടോ. നമ്മളിത് ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കി വെക്കേണ്ട സ്ഥലം നോക്കണം.
ഇതാ ഇവിടെയായിട്ട് വെക്കാം നമുക്ക്. നമ്മളിവിടെ ഒരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയിലെ DG ഇറക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ DG ഇത് പൊക്കി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇറക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ DG ഇത് ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത് 30 kV DG ആണ്. അപ്പോൾ DG ഇറക്കി നമ്മുടെ ക്രെയിന് പോയി. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ വരുന്നുണ്ട്. നമുക്കിനി മോർത്താന പോകണം. വണ്ടിയിൽ ആദ്യം ഡീസൽ അടിക്കണം, അതിനുശേഷം മോർത്താന പോകണം. അവിടെ എന്തോ വർക്കുണ്ട്, നമ്മുടെ മാനേജർ അങ്ങോട്ട് വരാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇനി ഡീസൽ അടിച്ചതിന് ശേഷം നമ്മൾ നേരെ മോർത്താന പ്ലാന്റിലോട്ടായിട്ട് പോവാണ്. അപ്പോൾ നമ്മളിത് ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിക്കകത്തോട്ട് ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിലത്തെ ഇവിടുത്തെ റേറ്റാണിത് 90.31 ഡീസലിന്. അപ്പോൾ ആ തലപ്പാടി പമ്പിലാണ് നമ്മളുള്ളത്. ഡീസൽ അടിച്ച് കഴിഞ്ഞു. ഇത് 13,456 രൂപയ്ക്ക് 149 ലിറ്റർ ഡീസലാണ് നമ്മൾ അടിച്ചത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമ്മളെയും കാത്തിട്ട്. അപ്പോൾ ഞങ്ങൾ പമ്പിൽ നിന്ന് ഇറങ്ങിയതേ ടോൾ പാസൊക്കെ തൊട്ടടുത്തായിട്ട് കാണാം. അത് കർണാടകയുടെ പഴയ ടോൾ പാസയാണ്. അപ്പോൾ ഇതാണ് പമ്പ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ കർണാടക റേറ്റിലുള്ള എണ്ണ കിട്ടുന്നത്. തലപ്പാടി സർവീസ് സ്റ്റേഷൻ എന്നാണ് പമ്പിന്റെ പേര്. അപ്പോൾ ടോൾ പ്ലാസയുടെ അടുത്തായിട്ട് വരുന്ന പമ്പാണ് കേട്ടോ. നമ്മളവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങി ഇനിയിപ്പോൾ നേരെ നമ്മുടെ മോർത്താന പ്ലാന്റിലോട്ടായിട്ട് വെച്ച് പിടിക്കണം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരടിക്കും കർണാടകയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെയൊന്നും 6 വരി പാത നിങ്ങൾ കാണാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ മോർത്താന പ്ലാനിലായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറെ വർക്കൊന്നുമില്ല. ഇവിടുന്ന് ഇതാ നമ്മുടെ ഒരു വണ്ടി തൊട്ടടുത്ത പ്ലാനിലേക്ക് മെറ്റീരിയൽസ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇതേ ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. ഇനി മൊത്തം ഒന്ന് വാഷ് ചെയ്തെടുക്കണം. കാര്യമായിട്ടുള്ള കച്ചറകളൊന്നും ഇല്ല, എന്നാലും നമ്മളെ വണ്ടി ഡെയിലി വാഷ് ചെയ്യുന്ന വണ്ടികളാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് വേണം നമുക്ക് നേരെ റൂമിലോട്ട് പോകാനായിട്ട്. മഴക്കാറൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ മിക്കവാറും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് കേട്ടോ.